കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മോട് കൂടെയിരുന്ന് നമ്മെ അനുഗ്രഹിച്ചു, നമ്മെ വഴി നടത്തി. എന്നാൽ ഈ ദിവസങ്ങളിൽ അതിനധികമായി നാം ദൈവസന്നിധിയിൽ അധ്വാനിക്കേണ്ട ദിവസങ്ങളാണ്. बीते दिन समयों में और प्रभु के लिए कितने काम कार्य की, इससे भी बढ़कर आगे सेवकाई के लिए कदम रखना हमारा कर्तव्य है. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തത്, നമ്മൾ പ്രവർത്തിച്ചത് ഒന്നുകൂടെ ഓർത്തുകൊണ്ട് അതൊന്നുകൂടെ പരിശോധിച്ച് ഇനിയുള്ള സമയങ്ങളിൽ അതിനെല്ലാം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങളാണ്. बीते 6 महीना हम जितना काम किया और एक बार सोच समझ कर और आगे इससे भी अधिक काम करने के लिए प्रयत्न करना चाहिए. ഇന്ന് പകൽക്കാലം ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. आज सुबह ही वक्त सभी को मसीह का अनुग्रह और आदर मिले. ദൈവം കഴിഞ്ഞ ദിവസം തന്ന ഒരു ചെറിയൊരു ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. प्रभु ने बीते दिन में एक वचन दी है, आपका साथ बांटने के लिए चाहता हूं. ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നൊരു ആലോചനയാ. कुछ महीना की पहले प्रभु ने ये वचन दिया था. പക്ഷെ ഇന്നലെ ദൈവാത്മാവ് എന്നോട് അത് വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയും എന്നോട് വ്യക്തമായിട്ട് സംസാരിക്കുകയും ചെയ്തു. बीते दिन में जो वचन प्रभु ने स्मरण में लाया और आपका साथ बांटने के लिए प्रभु की आमंत्रण मिली है. ഇതൊരു പുതിയൊരു വചനമല്ല, പുതിയൊരു വിഷയമല്ല, നമുക്കെല്ലാവർക്കും സുപരിചിതമായ, നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്. एक नया वचन नहीं है, नया विषय नहीं है, बहुत सारे समय हम सुना हुआ बात है. എന്നാൽ അതിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പകൽക്കാലം നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ഒരുക്കത്തോടുകൂടെ ഇരിക്കാമെങ്കിൽ കർത്താവ് നമ്മോട് സംസാരിക്കും. आज सुबह ही वक्त वचन की घोषणा हमारा अंतःकरण में तड़पने के लिए और आग्रह के साथ आगे आने के लिए हम प्रार्थना के साथ बैठ जाएगा तो प्रभु की आत्मा हमारा साथ वार्तालाप करते रहेंगे. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ആ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ऐसा होवे तो ध्यान दे वो वचन की ओर. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന്റെ 13 വാക്യം. लूका का सुसमाचार 26वां अध्याय उसका 4वां पद. 24 അധ്യായം അതിന്റെ 13 വാക്യം. 26वां अध्याय उसका 13वां पद. അവിടെ ആ വാക്യം നമുക്കറിയാം, പക്ഷെ അതിൽ നിന്നും ഒരു വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാനിടയായി. जो पद हमको जानकारी है, लेकिन उसमें से एक पद मेरा स्मरण में आया है. ഇത് പകൽക്കാലം അതെങ്ങനെയാണ് വായിക്കുന്നത്? അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്നും 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന നഗരത്തിലേക്ക് പോകയിൽ. उसी दिन उनमें से 2 जन एम्माउस नामक एक गांव को जा रहे थे, जो यरूशलेम से कोई 7 मील की दूर पर था. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വചനമാണ്, പക്ഷെ അതിന്റെ ഒരു വാക്ക് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ചിന്തിക്കാം. और हमें सुपरिचित वचन है, उसमें से एक पद से हम मनन करें. അതിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത് അന്ന് തന്നെ. ഈ ആരംഭ പദ है उसी दिन. അന്ന് തന്നെ. ആമേൻ. അതായത് ആ സെയിം ഡേ, അതേ ദിവസം, ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? और यहाँ पर उसी दिन जो दिन की प्राधान्यता क्या होता है? ആ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അന്ന് തന്നെ. जो वही दिन की कुछ अमुक बात है, इसी कारण में लिखा गया है उसी दिन. അത് ഏത് ദിവസമാണ്? ആ ദിവസത്തിന് എന്താണ് പ്രത്യേകത? ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. वो दिन की और विशेषता क्या होता है, उसके बारे में आज मनन करेंगे. കാരണം ദിവസത്തെ കുറിച്ച് 4 സുവിശേഷവും വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്.
ये दिन के बारे में 4 सुसमाचारों ने अच्छे रीति पर लिखा गया है। നാല് പേരും ആ വിഷയത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അന്നത്തെ ദിവസം എന്താണെന്ന് വ്യക്തമായിട്ട് അവരുടെ സുവിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ये सुसमाचारकों ने चारों व्यक्ति ये दिन के बारे में स्पष्ट रीति पर लिखा गया है। കാരണം ആമേൻ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു, അത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായിരുന്നു. यूहन्ना का सुसमाचार में यूहन्ना ने यही बात 20वां अध्याय में लिखा, सप्ताह की प्रथम दिन है। അത് ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം, 1-ാമത്തെ ദിവസം ആണ് എന്ന് ഇവിടെ യോഹന്നാൻ പറയുന്നു. और यूहन्ना ने यही बात दी, सप्ताह की पहले दिन है। അപ്പോൾ തന്നെ ലൂക്കോസ് 24-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം. लूका का सुसमाचार 24वां अध्याय प्रथम पद में यही है, परंतु सप्ताह के पहले दिन बड़े और के आप वो बात दी है। അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിന് ലൂക്കോസ് പറയുന്നത് അവർ ഒരുക്കി വച്ചിരിക്കുന്ന സുഗന്ധ വർഗവും എടുത്തുകൊണ്ട് പോകുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം. उन्होंने लूका ने यही बात दी है, और के वे उन सुगंधित वस्तुओं को जो उन्होंने तैयार की थी लेकर खबर पर आई है। ആമേൻ, അത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം എന്ന് ഇവിടെ ലൂക്കോസും പറയുന്നു. सप्ताह के पहले दिन है, ये बात लूका भी लिखा गया है। അപ്പോൾ മർക്കോസ് 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മർക്കോസും പറയുന്നു, അത് ശബത്ത് കഴിഞ്ഞ ദിവസമാണെന്ന്. मरकुस के सुसमाचार में भी वही वहां पर पाया जाता है, शब्द होकर और अगले दिन पहले दिन होता है। അപ്പോ ശബത്ത് കഴിഞ്ഞുള്ള അടുത്ത ദിവസമെന്ന് മർക്കോസ് ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ, शब्द की बाद में पहले का दिन है, ये मरकुस यहाँ पर बताया गया है। ആ ദിവസത്തെ മത്തായി ഒന്നുകൂടെ അത് എടുത്തു പറയുന്നു, ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ്. और मत्ती ने सुसमाचार लिखा, सुसमाचारक ने यही बात दी, और शब्द होकर सप्ताह के प्रथम दिन। അപ്പൊ നമുക്കറിയാം ശബത്ത് ശനിയാഴ്ചയാണ്. അപ്പൊ അതിന്റെ അടുത്ത ദിവസം നമ്മൾ നോക്കുമ്പോൾ അത് ഞായറാഴ്ച പകൽക്കാലം. शब्द शनिवार है, शनिवार होकर और इतवार दिया है, और सप्ताह के प्रथम दिन है। അപ്പോ ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഇത് ശബത്ത് കഴിഞ്ഞ്, അവരുടെ ശബത്ത് ആചരണം കഴിഞ്ഞ് അടുത്ത പ്രഭാതത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. यहूदियों की शब्द के दिन शनिवार है, वो दिन होकर अगले सप्ताह की पहले दिन है, यही दिन की बात। അവരുടെ ജീവിത രീതി അനുസരിച്ച് ശബത്ത് എന്നുള്ളത് അവർക്ക് ഏറ്റവും പ്രധാനമുള്ള ദിവസം. यहूदियों पर्व मनाता है, शब्द बहुत बहुमूल्य शब्द माना जाता है। കാരണം അവർക്ക് ആ ദിവസം എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാകയാൽ അവർ ആ ദിവസത്തെ ഏറ്റവും ആമേൻ ഭംഗിയായിട്ട് ആചരിക്കുകയും അവർ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. और शब्द का दिन अधिक प्राधान्यता देता है, वो पर्व होकर अगले सप्ताह के प्रथम दिन आया है। അപ്പൊ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്നുള്ളത് ആമേൻ നമ്മളിവിടെ കാണുന്നത് ഞായറാഴ്ച പകൽക്കാലം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. सप्ताह के पहले दिन अर्थ यही है, आजकल की इतवार की सुबह ही वक्त। അപ്പൊ നമുക്കറിയാം ആ ദിവസം എന്നുള്ളത് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള ദിവസമാണ്.
हम मानते हैं वो ही दिन परमेश्वर को स्तुति आराधना देने के लिए योग्यता की दिन है। കാരണം ഈ ദിവസത്തിന് വേറെ ചില പ്രത്യേകതകൾ തിരുവചനം പറയുന്നുണ്ട്. और अधिक प्राधान्यता देता हुआ दिन भी इसका अर्थ होता है। കാരണം ഈ ദിവസം എന്നുള്ളത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. यही दिन की प्राधान्यता यही है, यीशु मसीह मृतकों से जिलाया जी उठा हुआ दिन है। മാത്രമല്ല ആ സ്ത്രീകൾ ചെന്ന് കല്ലറയ്ക്കൽ നോക്കുമ്പോൾ യേശുവിനെ അവിടെ കാണാതെ വന്ന ദിവസമാണ്. केवल इतना ही नहीं, ये औरतों ने, स्त्रियों ने कब्रिस्तान में गई और वहां पर मसीह को वहां पर ना देखा है। അങ്ങനെ ഇരിക്കുമ്പോൾ അത് മാത്രമല്ല എല്ലാവരും ഭയന്ന് അവരുടെ ഭവനങ്ങളിൽ വാതിലടച്ച് ഇരിക്കുന്ന ദിവസമാണ്. केवल इतना ही नहीं, मसीह को माना हुआ सारे लोग भयभीत होकर अपना दरवाजा बंद कर घर का अंदर बैठते हैं। കാരണം അന്നത്തെ ദിവസം പല കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് യേശു മുൻകൂട്ടി പറഞ്ഞതുമാണ്. केवल इतना ही नहीं, उसी दिन अचंबा की काम कार्य होने वाला दिन है। ये बात पहले मसीह ने अपने शिष्यों को कहा था। അപ്പൊ യേശു മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയ ശിഷ്യന്മാർ അവർ ഭയന്ന് ഭവനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ദിവസം. वो ही मसीह ने अपना शिष्यों का साथ था, तब कहा हुआ सारे बात भूल गया है और भूल जाने के बाद में भयभीत होकर अपना अपना घर के अंदर चुपचाप बैठ रहा है। അപ്പോ എല്ലാവരും ഭയന്നിരിക്കുന്ന സമയത്ത് ചില സഹോദരിമാർ, യേശുവിനെ അധികം സ്നേഹിച്ച ചില സഹോദരിമാർ അവരിതാ കല്ലറയ്ക്കൽ ഓടുകയാണ്. सब शिष्यों ने भयभीत होकर अपना घर के अंदर चुपचाप बैठा। उसी समय कई बहनों ने मसीह के कब्रिस्तान की ओर पहुंची। ആമേൻ. എന്നാൽ ഇവിടെ ലൂക്കോസ് അതിനെക്കുറിച്ച് പറയുന്ന വേറൊരു രീതിയിലാണ്. लेकिन लूका ने अलग रीति पर यह बात दी है। കാരണം അവർ കല്ലറയ്ക്കൽ പോകുന്നു, കല്ല് അവിടെ ഉരുട്ടി മാറ്റിയതായിട്ട് അവർ കാണുന്നു. उन्होंने और कब्रिस्तान में गई, पत्थर वहां से हट गई, कब्रिस्तान खुल गई। അപ്പൊ യേശുവിന്റെ ശരീരം അവർ നോക്കുമ്പോൾ അതിനകത്ത് യേശുവിന്റെ ശരീരമില്ല. उन्होंने झुककर और गुफा की ओर देखा, मसीह का शरीर वहां पर नहीं पाया। അവർ അത് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു. और वो स्त्रियों ने चिंता होकर, व्याकुल होकर झुक कर देखा और उसका बाद में वहां पर खड़ी है। എന്നിട്ട് ആമേൻ ആ രണ്ട് ദൂതന്മാർ വന്ന് അവരോട് സംസാരിച്ചു, നിങ്ങൾ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ എന്തിനാ തേടുന്നത്, അവൻ ജീവിച്ചെഴുന്നേറ്റു എന്ന് അവരോട് അറിയിക്കുകയും ചെയ്തു. वो दो व्यक्ति स्वर्गदूत है मालूम नहीं है, दो व्यक्ति ने आकर ये स्त्रियों से कहने लगी, आप लोग क्यों ढूंढ रहा है, क्या ढूंढ रहे हैं? मसीह मरे हुओं में से प्रथम स्थान होकर यहोवा ने उनको जिलाया है। അതുകൊണ്ട് നിങ്ങൾ ചെന്ന് ശിഷ്യന്മാരോട് പറയുവിൻ, മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു സന്ദേശം ഈ ദൂതന്മാർ ഇവരുടെ കയ്യിൽ കൊടുത്തയക്കുക. और दो दूतों ने ये स्त्रियों को ये बात कहने लगी, जाओ अपने शिष्यों को ये बात कहना, यीशु मसीह मृतकों से यहोवा ने जिलाया बात। എന്നിട്ട് ഈ സഹോദരിമാര് ചെയ്തു നോക്കി. അവർ ചെന്ന് അവർ കണ്ടതും കേട്ടതും എല്ലാം ചെന്ന് ഈ ശിഷ്യന്മാരോട്, അതായത് 9-ാം വാക്യം പറയുന്നു, കല്ലറ വിട്ട് മടങ്ങിപ്പോയി 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. और 9वां पद में यही शब्द दिया, और कब्र से लौटकर उन्होंने उन 11 को और अन्य सब को ये सब बातों कह सुनाई। അപ്പോൾ അവിടെ സംഭവിച്ച ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ 11-ാം വാക്യം പറയുന്നത്, ഈ വാക്ക്
അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. वहां पर संभव क्या हो गया? 11वां पद में लिखा, परंतु उनकी बातों उन्हें कहानी की जान पड़ी. നോക്കിയേ, അവൻ യേശു മുൻകൂട്ടി അവരോട് പറഞ്ഞു. ഈ സ്ത്രീകൾ പോയി കണ്ടു. അവർ അതിന്റെ സത്യം വെളിപ്പെടുത്തിയിട്ടും അവർക്കത് കഥ പോലെ തോന്നിയ. और ये बात ध्यान दे, यीशु मसीह ने जिंदा था और शिष्यों को कहने लगी, और ये स्त्रियों ने जीव उठा हुआ मसीह के बारे में इन लोगों को अगर कहा, फिर भी ये लोगों को एक कहानी की नाई सुनना पड़ा. 3.5 വർഷം യേശു വന്നവർ, യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ടവർ, ആ അത്ഭുതങ്ങൾ അവരും പങ്കാളിയായവർ, കഥ പോലെ അവർക്കത് തോന്നുക. 3 वर्ष उनका सातवें साथ रहकर मसीह को चखकर देखा हुआ जो लोग संभव हो गया, उसका बाद में उनको कहानी की नाई मालूम पड़ा है. ഇന്നും യേശുവിന്റെ പിന്നാലെ നടക്കുന്ന അനേക ദൈവമക്കൾ എന്ന് പറയുന്ന അനേകർക്ക് ഇതൊരു കഥ പോലെ തോന്നിക്കൊണ്ടിരിക്കുക. आजकल दिनों में मसीह का सेवकाई में, मसीह का कामकाजियों में आगे जाने वाले बहुत सारे लोग एक कहानी की नाई समझ लेते हैं. അതുകൊണ്ട് അവർക്ക് ഈ സുവിശേഷ വേല ചിലപ്പോൾ ഒരു ആദായമായി തോന്നാം. इसी कारण में मसीह का सेवकाई वही लाभदायी का काम के लिए उन्होंने उपयोग करता होगा. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ എന്തെങ്കിലും നേടുവാനുള്ളതോ എന്തെങ്കിലും സമ്പാദിക്കുവാനുള്ളതോ ഒന്നുമല്ല സുവിശേഷ വേല. प्यारों में आपको ये बात चेतावनी देता है, सुसमाचार की घोषणा फल उठाने के लिए, धन संभालने, धन कमाने के लिए काम नहीं है. കാരണം ഈ ലോകത്തിലെ ധനസമ്പാദത്തിന് വേണ്ടി വേറെ അനേക വഴികളുണ്ട്. धन कमाने के लिए बहुत सारे रास्ता है. ദൈവനാമത്തിനുള്ളത് അത് ദൈവനാമത്തിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും ദൈവം നൽകിത്തരും. हमारे हाथ में मिलता है, जो मिलकर परमेश्वर का काम सेवकाई के लिए उपयोग करेगा तो हमारा जरूरत क्या है, जरूरत को मसीह पूरा कर देता है. കാരണം ദൈവവചനം അതാ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെയും പിതാവ് നിങ്ങൾക്ക് നൽകി തരുമെന്ന. मसीह की चेतावनी यही है, हम मसीह की ओर मांगे पूछे और हमारा मन में आता है उसका पहले हमारा जिंदगी की काम कार्य के लिए मसीह दिया देता है. കാരണം നമ്മുടെ പിതാവിന് അറിയാം നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. हमारा पिता को जानकारी है हमारा जरूरत क्या क्या है. നമ്മുടെ ആവശ്യങ്ങളൊന്നും അറിയാത്ത ദൈവമല്ല, കാരണം നമ്മുടെ വിചാരങ്ങൾ പോലും ദൂരത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുള്ള ദൈവമാണ്. हमारा जरूरत क्या होता है, सारे सब बात दूर खड़ा होकर मसीह जानता है, पूरा कर देता है. അപ്പോ ദൈവവചനം പറയുന്നത് 3.5 വർഷം കൂടെ നടന്നവർ, അത്ഭുതങ്ങൾ ചെയ്തവർ, അത്ഭുതങ്ങൾ കണ്ടവർ, അവർക്ക് ഇത് വെറും ഒരു കഥ പോലെ തോന്നി. और वचन यही वचन देता है, 3.5 वर्ष मसीह का पीछे हो लिया है, आश्चर्य अचंबा का काम देखा और किया, वो व्यक्तियों को ये कहानी की नाई मालूम पड़ा है. യേശു അവരോട് മുൻകൂട്ടി എന്നുള്ളത് എന്റെ ഉയർപ്പിന്റെ ദിവസമാണ്, എന്നെ ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല എന്ന് അവർക്ക് മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തു. मसीह ने पहले चेतावनी दी और पहले बताया, मेरा मृत्यु ऐसा है, रुकाने के लिए रुकावट डालने वाला कोई है ही नहीं है. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുപോലും വിശ്വസിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ അതിൽ ഒരു വ്യക്തി അവിടെ നിന്ന് എഴുന്നേൽക്കാനിടയായി. वो कोई बात समझा नहीं और अपनाया नहीं, यही समय एक व्यक्ति उनका बीच में से उठ गया है. നമുക്കറിയാം, എല്ലാ കാര്യത്തിനും മുന്നമേ നിൽക്കുന്ന, പെട്ടെന്ന് മറുപടി പറയുന്ന വ്യക്തിയാണ്. सारे सब काम कार्यों में आगे कदम रखने वाले व्यक्ति है. അവൻ 12-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ട് സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു.
12वां पद में यही वचन दिया, तब पतरस ने उड़कर कब्र पर दौड़ गया और झुककर केवल कपड़े पड़े देखे और जो हुआ था उससे अचंबा करता हुआ अपने घर चला गया. നോക്കിയേ, ഈ സഹോദരിമാര് വന്ന് എല്ലാം അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു. പക്ഷേ ഈ പത്രോസ് വന്ന് ആരോടും പറഞ്ഞതായിട്ട് ഇവിടെ കാണുന്നില്ല. ये बहनों ने आकर यीशु मसीह जी उठा है यही बात सारे लोगों को कहने लगी, लेकिन पतरस ने ये बात संदेश मिला, कोई किसी को उन्होंने बताया नहीं है. അത് ഇന്നും അനേകരും ഈ പത്രോസിനെ പോലെയാ, കേട്ടത് ഒന്നും പുറത്തു പറയാതെ അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ. आजकल दिनों में यही पतरस की नाई बहुत सारे लोग हैं, सुनता है, देखा है, सही है, औरों को कहने के लिए मन नहीं लगता है. കാരണം പലർക്കും ഈ സത്യം വിളിച്ചു പറയാൻ ഭയമാണ്. कारण यही है, सच्चाई खुले रीति पर बताने के लिए भय मानते हैं. ഇന്നും ആമേൻ വചനം സത്യമായി വിളിച്ചു പറയാനും പലർക്കും ഭയമാണ്. सच्चाई को और खुले रीति पर बताने के लिए भय मानते हैं. കാരണം ഉള്ള സത്യം വിളിച്ചു പറഞ്ഞാൽ ശത്രുക്കൾ കൂടും, അവസരങ്ങൾ കുറയും. वो सच्चाई ऐसी प्रकट करेगा तो दोस्तीदारों को ना और गिनती कम हो जाएगा और दोषित गुण आरोपित करेगा. ആമേൻ. അപ്പോ ഈ പത്രോസും വെളിയിൽ പറയാതെ അത് മനസ്സിലടക്കി വെച്ച ആ ദിവസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത്. जो पतरस ने मन में चुपचाप रखा, जो बात के बारे में आज मनन कर रहा है. അപ്പോ അവിടെ വചനം 13 വാക്യത്തിൽ പറയുന്ന അന്ന് തന്നെ അതേ ദിവസത്തിലാ ഈ രണ്ടുപേര് അവിടെ നിന്ന് പുറപ്പെട്ടത്. उसी दिन उनमें से 2 जन और यम्मऊस नाम एक गांव की ओर जा रहे थे. ആമേൻ. ഇതുവരെയും യെരുശലേമിൽ ഇരുന്നു അവിടെ ആരാധിച്ചു മഹത്വപ്പെടുത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവർ और इस दिन तक उन्होंने यरूशलेम में रहकर वचन सुना, अद्भुत आश्चर्य काम देखा और सब कुछ किया. യേശുവിനെ കുറിച്ച് നല്ല രീതിയിൽ അറിവുള്ളവർ മാത്രമല്ല, അവനിൽ പ്രത്യാശയുമുള്ളവരായിരുന്നു. इन्होंने यीशु मसीह का बारे में बहुत सारे जानकारी भी है, आशा भी रखा हुआ लोग है. അവർ ഇതാ ഈ യെരുശലേം വിട്ടു പോകുകയാണ്. उन्होंने यरूशलेम होकर चल गया है. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാ ആമേൻ. അവസാന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിൽ എത്തേണ്ട സമയത്ത് അവിടം വിട്ടുപോകുന്ന ഒരു അവസ്ഥ. हमारा जिंदगी में यही बात है, संपूर्णता में आने का समय की पगले वहां छोड़कर चले जाते हैं. ചില വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ജാഗരിക്കുകയും ചെയ്യും. बहुत सारे बात कार्य के लिए उपवास करता है, जागते हैं, प्रार्थना करते हैं. എന്നാൽ അതിന്റെ പ്രതിഫലം പ്രാപിക്കേണ്ട സമയത്ത്, അതായത് അത് വെളിപ്പെടേണ്ട സമയത്തായിരിക്കും അത് നിർത്തിപ്പോകുന്നത്. और प्रार्थना के जवाब मिलने का समय आ पहुंची है और अनुग्रह की रास्ता खोलने का समय ये त्याग कर चले जाते हैं. ആമേൻ. ഒരിക്കലും ഒരു ദൈവദാസൻ എന്നോട് തന്റെ ഒരു അനുഭവം ഷെയർ ചെയ്തു. परमेश्वर का एक दास उनका अनुभव शेयर किया है. ഒരിടത്ത് 40 ദിവസത്തെ ഉപവാസം നടക്കുക. ഇദ്ദേഹം അതിന്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. वो व्यक्ति 40 दिन की उपवास की सुबह शुरुआत से अंतिम समय तक सारे काम कार्य उसके जिम्मेदारी लेकर किया करता है. അദ്ദേഹവും ആ സഭയുടെ ഉപവാസത്തിൽ പങ്കാളിയാണ്, ഉപവസിക്കുന്നുണ്ട്, എന്നാൽ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. वही व्यक्ति 40 दिन के उपवास में भी है और बाहरी के काम कार्यों को भी ध्यान रखते हैं. അപ്പോ അദ്ദേഹം അതിനകത്ത് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ 40 ദിവസത്തെ ഉപവാസത്തിൽ എനിക്കൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല. जो व्यक्ति वहां की
आमतौर पर सारे काम किया करता है, लेकिन एक बात, 40 दिन के उपवास के अंत में मुझे कुछ प्राप्त नहीं कर सका। അവിടെ കൂടി വന്ന എല്ലാവരും അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, പക്ഷേ എനിക്ക് ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല. जितने लोग इकट्ठे हो गए सारे सब लोग अनुग्रह प्राप्त किया, लेकिन मुझे को कुछ प्राप्त करने के लिए अवसर नहीं मिला। അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അതിന്റെ അടുത്ത ദിവസങ്ങൾ 3 ദിവസം അദ്ദേഹം ദൈവസേനയിൽ വീണ്ടും ഇരുന്ന് ഉപവസിക്കാൻ തുടങ്ങി ഒറ്റയ്ക്ക്. और आगे दिन में 3 दिन अकेला बैठकर उपवास और प्रार्थना करने के लिए शुरू किया। അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനിടയായി. उन्होंने यही बात कहने लगी, वो 3 दिन का उपवास मेरा जीवन में बहुत रूपांतर बदलाव डाल दिया है। കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഉപവസിച്ചെങ്കിലും എനിക്ക് ഏകാഗ്രമായിരുന്നു പ്രാർത്ഥിക്കാനോ ദൈവത്തോട് സംസാരിക്കാനോ എനിക്ക് അവസരം ലഭിച്ചില്ല. कारण यही है, 40 दिन के उपवास में एक चित्त होकर एक मन होकर उपवास और प्रार्थना करने के लिए मुझे को अवसर नहीं मिला है। അതൊരു 40 ദിവസത്തെ ഉപവാസം എന്നുള്ള ഒരു പേര് മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. और 40 दिन की उपवास और प्रार्थना केवल नाम के लिए है। എന്നാൽ ആമേ ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അത് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞു. मसीह का सामने एक चित्त मन होकर प्रार्थना किया, मुझे प्रभु से कुछ मिलने पाया। ഇവിടെ യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റെന്നുള്ള ശബ്ദം കേട്ടവർ തന്നെ ആ യെരുശലേമിൽ നിന്നും വിട്ടുതാ പോവുക. मसीह को यहोवा ने जिलाया और जीव उठा, ये बात कान में सुना, आंख से देखा, वही व्यक्ति यरूशलेम छोड़कर एमाउस की ओर जा रहा है। എന്തുകൊണ്ടാണ് യെരുശലേം വിട്ട് എമ്മാവുസിലേക്ക് പോകുവാൻ അന്നത്തെ ദിവസം അവർ തെരഞ്ഞെടുത്തത്? यरूशलेम होकर एमाउस की ओर जाने के लिए क्यों मन लगा? ആമേൻ. ഇത്രയും ആമേൻ ശിഷ്യന്മാരെല്ലാം ഭയന്ന് ഭവനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ शिष्यों ने सबने अपने कमरे के अंदर भयभीत होकर बैठ रहा है। ഇത് രണ്ടുപേര് ആമേൻ ആ ദേശം വിട്ട് തന്നെ പോകുവാനുള്ള തീരുമാനം എടുത്തിരിക്കുക. 2 व्यक्ति वो देश छोड़कर एमाउस की ओर जाने के लिए इरादा रखा है। കാരണം ഞാൻ പറഞ്ഞതുപോലെ യേശു ഉയർത്ത ദിവസമാണ്. कारण यही है, मसीह जी उठा हुआ दिन है। അത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ആമേൻ കർത്തൃ ദിവസമാണ്. सप्ताह की प्रथमा दिन मसीह को आराधना करने का पवित्र दिन है। പക്ഷെ ആ ദിവസം തന്നെ അവർ ആരാധിക്കേണ്ടത്, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ദിവസം അവർ അവിടെ വിട്ടു പോവുക. वो ही दिन मसीह को स्तुति आराधना देने का ही समय दिन ये यरूशलेम छोड़कर उन्होंने जा रहा है। ആ കാരണം അവർ പോകുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതുവരെയും അവരുടെ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു, യേശു നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. उसी दिन तक उनका मन में ये सोच विचार था, मसीह का साथ भी साथ है, मसीह हमारे लिए कुछ किया करेगा। ഈ യേശു എന്നും നമ്മോട് കൂടെ ഇരിക്കും, നമ്മെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. उन्होंने यही बहुत आशा है, और यीशु कुछ काम कार्य के लिए जिम्मेदारी देंगे और बैठा दूंगा, आगे बैठाएंगे, ये सोच विचार थे। എന്നാൽ അവരുടെ നേതൃത്വം നഷ്ടപ്പെട്ടു, അവരെ മുന്നോട്ട് നയിക്കുവാനുള്ള ആള് നഷ്ടപ്പെട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. लेकिन इनका मन में यही सोच विचार किया, वो हुकूमत देता है, वो अगुवे हमें छोड़कर चले गए, आगे की काम कार्य क्या होता है उनको कुछ मालूम नहीं पड़ते हैं। ചിലരെല്ലാം യേശുവിനെ കണ്ടു, യേശു ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇവർക്കത് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. वो लोग कहते हैं यीशु जी उठा है, उन्होंने ऐसी हाल है, लेकिन उनको चखने के लिए अवसर नहीं हुई। പഴയ നിയമത്തിൽ ഇതുപോലൊരു സംഭവമുണ്ട്. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ पुराना नियम में इसी प्रकार एक संभव हुई, और निर्गमन की पुस्तक में वो पाया जाता है।
ഇസ്രായേലി ജനങ്ങളെ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നും കൊണ്ടുവന്ന നേതൃത്വത്തിൽ നിന്ന മോശ इस्राएल लोगों को मिस्र देश में गुलामी थे, अपना गुलामी होकर उन्होंने जा रहा हुआ चलाया जो मूसा। അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടത്തി ഇസ്രായേൽ ജനങ്ങളെ കൊണ്ടുവന്ന് ഹോരേബ് പർവ്വതത്തോളം എത്തി. और अद्भुत और आश्चर्य क्या काम किया, दिखाया, होरेब पहाड़ तक उन लोगों को लाया है। പർവ്വതത്തിൽ വന്നപ്പോൾ മോശ പറഞ്ഞു, നിങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക, നിങ്ങൾ ആരും ഈ പർവ്വതത്തിൽ അടുക്കരുത്, ഞാനിതാ പർവ്വതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. और ये होरेब पहाड़ तक लोगों को लाकर उन्हों को ये बात कहने लगी, आप सब ने यहाँ पर तराई पर खड़ा हो, हम अकेला पहाड़ की चोटी पर जा रहा है। നമുക്കറിയാം, മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി ഈ പർവ്വതം തീ കൊണ്ട് മൂടി. मूसा ने पहाड़ पर चढ़ गई और वहां पर आग से भर गई। ആ 40 ദിവസമായി മോശയെ കുറിച്ച് ഒരു വിവരവുമില്ല. 40 दिन तक मूसा का बारे में कोई पूछताछ नहीं होता है। ഇസ്രായേൽ ജനങ്ങൾ കണ്ടതാണ് മോശ പർവ്വതത്തിൽ കയറിയതും തീ കത്തിയതും. इसराइलियों ने देखा है मूसा पहाड़ पर चढ़ गई और आग जलते हैं, सब कुछ दिखाया। അപ്പൊ ഇനി മോശയുടെ അവസ്ഥ അവർ ചിന്തിച്ചത് ഇങ്ങനെയാ, മോശ ആ തീയിൽ അങ്ങ് നശിച്ചുപോയി. और ये तराई में लोग हैं, इन्होंने ये बात सोच विचार की, मूसा आग में जल गई है। ആ നമ്മെ നടത്തി കൊണ്ടുവന്ന ആ ദൈവത്തിന് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. चलाने वाला वो परमेश्वर हमारा क्या हो गया, इसका बारे में अज्ञानित है। അതുകൊണ്ട് ജനം വന്ന് മോശയുടെ സഹോദരനെ അഹരോനോട് പറയുക, ഇനി നമുക്കൊരു ദൈവം വേണം. वो ये लोग अहरोन की, मूसा का भाई अहरोन से कहने लगा, हमारा अगुए थे वो मर गई है, हमारे आगे जाने के लिए एक यहोवा को बनाकर हमको दे। അതെ, പ്രൈസ്തലോട് ഇപ്പോ നമുക്ക് ആവശ്യം, നമ്മെ നടത്തുവാൻ ഒരു ദൈവവും വേണം, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നേതൃത്വവും വേണം. और अभी हमारा जरूरत यही है, एक अगुए की जरूरत है हमें चलाने के लिए। കാരണം എന്താ, ആമേ നമ്മെ കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് ഒന്നും അറിയത്തില്ല. हमें अगुवाई किया, मिस्र देश से लाया, जो मूसा को क्या हो गया, उनका हाल क्या है, हमको पता नहीं होता है। കഴിഞ്ഞ ദിവസങ്ങൾ നമ്മോട് കൂടെ നടക്കുകയും ദൈവത്തിന്റെ ആലോചന കേട്ട് നമ്മോട് അറിയിക്കുകയും ചെയ്ത മോശയാണ് हमारे सातवें साथ रहा, बातचीत किया और सब कुछ का पूरा कर दिया, जो मूसा को आज की हाल क्या होता है। കാരണം മോശ കയറിപ്പോയത് ആ പർവ്വതത്തിലേക്കാ. मूसा चढ़ गया पहाड़ की चोटी पर। ആ പർവ്വതത്തിന്റെ അടിയിൽ നിന്നും മുകളിൽ വരെ ഇപ്പൊ തീ കത്തിക്കൊണ്ടിരിക്കുക. वो पहाड़ की तराई से चोटी तक आग जल रहा है। അപ്പൊ ഈ തീക്കുള്ളിൽ പോയ മോശയ്ക്ക് എന്താ സംഭവിക്കാമെന്നുള്ളത് സാധാരണ മനുഷ്യന്റെ ചിന്തയാണ് അവിടെ. ये आग के अंदर जाने वालों को क्या हाल होता है, साधारण व्यक्ति को समझ सकते हैं। എന്നാൽ ആ കത്തുന്ന തീ എന്തെന്ന് ഇവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. एक बात खुला है, वो आग क्या चीज है, ये लोगों को मालूम नहीं पड़ा है। മനുഷ്യ നിർമ്മിതമായ ഒരു തീ അല്ല അവിടെ കത്തിയതെന്ന് അവർക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. मनुष्य रीति पर मनुष्य ने जलाया हुआ आग है, ये लोगों ने सोच विचार की थी। കാരണം മനുഷ്യൻ ഉണ്ടാക്കുന്ന തീ സകലത്തെയും നശിപ്പിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള തീ ആമെ അശുദ്ധിയെ മാറ്റി അത് വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. और मनुष्य तौर पर आग जलाएगा तो सब कुछ बात जला देता है, नाश करता है, लेकिन स्वर्गीय आग आएगा तो हमको शुद्ध पवित्र किया करता है। പ്രിയമുള്ളവരെ, ആ സ്വർഗീയ അഗ്നിയാണ് നമ്മുടെ മേൽ ഇറങ്ങേണ്ടത്, നമ്മുടെ അശുദ്ധിയെ മാറ്റുകയും ചില കൽപ്പനകളും പ്രമാണങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. और ये बात जानकारी ले,
स्वर्गीय आग उतरेगा तो जो आग हमें शुद्ध पवित्र करते हैं और परमेश्वर की वाणी पर ठहरा देता है। ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് പരിശോധിക്കണം. തീ അത് സ്വർഗീയ തീയാണോ, നമ്മിൽ ഇറങ്ങുന്നത് സ്വർഗീയ അഗ്നിയാണോ എന്ന്. आज सुबह ही वक्त जांच ले, हमारे में वास करता है, आता है, वो आग स्वर्गीय आग है, सांसारिक आग है, ये बात। കാരണം സ്വർഗീയ അഗ്നിയാണെങ്കിൽ അത് നമ്മെ ശുദ്ധീകരിക്കുകയും സകല ശത്രുക്കളിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും നമ്മെ സുരക്ഷിതമായി നടത്തുകയും ചെയ്യും. स्वर्गीय आग होवे तो हम वो शुद्ध पवित्र करते हैं, शत्रुओं की वश में से हमको रक्षा कर देता है। എന്നാൽ മാനുഷിക അഗ്നിയാണെങ്കിൽ അത് സകലത്തെയും കത്തി നശിപ്പിച്ചു കളയും. मनुष्य के तौर पर आग जलाएगा तो सब कुछ सत्यानाश करेंगे। ഇന്ന് അനേക കൂടിവരവുകളിൽ കത്തുന്നത് അത് മാനുഷിക അഗ്നിയാണ്. आजकल दिनों में देखते हैं मनुष्य बहुत सारे लोग इकट्ठे होते हैं, जो मनुष्य आग है। ആമേൻ. അവിടെ ഒന്നും കാണുവാൻ കഴിയത്തില്ല, ഒന്നും അനുഭവിക്കാൻ കഴിയത്തില്ല, ഒരു മാറ്റവും സംഭവിക്കത്തില്ല. वहां पर कोई देखने के लिए नहीं है, चखने के लिए नहीं है, कुछ अनुभव के लिए कुछ नहीं होता है। ഇത് സ്വർഗീയ അഗ്നിയാണോ മാനുഷിക അഗ്നിയാണോ എന്ന് അറിയാൻ വേണ്ടി ആമേൻ ഒരേ ഒരു തെളിവ് ദൈവം കൊടുത്തു. स्वर्गीय आग है, मनुष्य आग है, ये बात परखने के लिए वहां पर एक सबूत मसीह ने वहां पर दिखाया है। ദൈവസന്നിധിയിൽ ഇരുന്ന 40 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന മോശയെ കണ്ട് ജനം ഭയപ്പെട്ടു. 40 दिन की बात में मूसा पहाड़ में से उतरकर तराई पर आया। उनको देखकर लोगों ने आश्चर्य हो गया है। കാരണം ഇവിടെ നിന്ന് കയറിപ്പോയ മോശയല്ല, അപ്പോ അവിടെ കത്തിയ അഗ്നി അത് മാനുഷികവുമല്ല. यहाँ से चढ़कर गया हुआ मूसा नहीं, वहां पर जलाया हुआ जलता हुआ जो आग मनुष्य तौर पर आया हुआ अग्नि भी नहीं दे। കാരണം അവിടെ പറയുന്നത് മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. वहां पर यही बात पाया जाता है, मूसा का चेहरे सूरज की नाई तेजोमय हो गया है। ഇന്ന് കത്തുന്ന അഗ്നി തിരിച്ചറിയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആമേൻ. ആ കത്തുന്ന അഗ്നിയിൽ ഒന്ന് നോക്കിയാൽ അറിയാം, അവരുടെ മുഖം പ്രശോഭിക്കും. आज भी जो आग आया तो वहां पर लोगों का चेहरे मुंह इतने आश्चर्य रीति पर तेजोमय होता है। ജനം കൂടി വന്ന് ആരാധിച്ച് വിടുതൽ പ്രാപിച്ച് അവരുടെ മുഖം സന്തോഷത്തോടുകൂടെ കടന്നു പോകേണ്ടത്. लोग आते हैं, आराधना करता है, आश्चर्य कार्य होते हैं और उनका चेहरे इतने अचंबा आश्चर्य रीति पर जो प्रकाशित होकर जाना चाहिए। കാരണം ദൈവത്തിന്റെ അഭിഷേകത്തിൽ ആരാധിക്കുന്നവർ, ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്നവർ ആമേ തൊഴുത്തിൽ നിന്നും പുറപ്പെടുന്ന കാളക്കുട്ടിയെ പോലെ കുതിച്ചു ചാടും. जो मसीह को अच्छे मन से अच्छे दिल से आराधना करने वाले जो विश्वासीगण और गौशाला में से जाते हुए बछड़ा की नाई कूद जाते हैं। എന്നാൽ ഇന്ന് അനേക സ്ഥലങ്ങളിൽ പാടുന്നുണ്ട് ആമേൻ, പ്രൈസ് ദി ലോർഡ്. രോഗികളെല്ലാം ആമേ സ്തുതി മുഴക്കും, മുടന്തുള്ളവർ കുതിച്ചുയരുമെന്നുള്ള പാട്ട് മാത്രമേ ഉള്ളൂ, പ്രവൃത്തി വെളിപ്പെടുന്നില്ല. आजकल दिनों में प्रसाद वर्षिप होता है और रोगियों ने चंगाई होता है, लंगड़े वाले ठीक हो जाते हैं, ऐसी गीत गाते हैं, लेकिन कुछ आश्चर्य का वहां पर होता नहीं है। ചിലപ്പോ സ്റ്റേജിൽ കാണിക്കും, ഇതാ ഓടുന്നു ചാടുന്നു, പക്ഷെ വീട്ടിൽ പോയ വീണ്ടും അവസ്ഥ അതാ. और स्टेज में दिखाते हैं, कूदते हैं, चलते हैं, उड़ते हैं, लेकिन घर की और वापस जाते हैं पहले की समानता में होता है। ഇന്ന് കൺവെൻഷൻ സ്റ്റേജിലുകളിൽ പ്രദർശിപ്പിക്കുവാനുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമേ നടക്കുന്നുള്ളൂ. आजकल दिनों में स्टेज में यही बात आश्चर्य अद्भुत दिखाने के लिए दिखावट होता है, लेकिन अद्भुत काम कार्य नहीं होता है.
എന്നാൽ ഇന്ന് നടക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമുകളിൽ എത്ര പേര് മാനസാന്തരപ്പെടുന്നുണ്ട്, എത്ര പേര് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നുണ്ട്? मानो के यही बात स्मरण रखे और स्टेज में आमतौर पर बड़ा भीड़ को जमा करते हैं, भीड़ आते हैं, लेकिन जितने लोग यीशु मसीह को ग्रहण करते हैं, पाते हैं, अपनाता है, इसके बारे में गिनती लेगा तो गिनती नहीं रहते हैं। ആ പ്രൈസ് ലോർഡ്, ആദിമ നൂറ്റാണ്ടുകളിൽ അങ്ങനെയല്ലായിരുന്നു നടന്നു വന്നത്. प्रथम समयों में ऐसा नहीं थे। എന്നാൽ പ്രൈസ് ലോർഡ്, ഈ ദിവസങ്ങളിലും ആമേൻ അങ്ങനെയുള്ള ആദിമ നൂറ്റാണ്ടിലെ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമായിരിക്കുക. मैं आपको यही बात स्मरण दिलाता है, मसीह की आगमन के बाद में पवित्र आत्मा उतरा और पगले की सेवकाई शुरू किया। उसी जमाने में, उसी समय की बेदारी आजकल दिनों में हमारा बीच में आना हमारा आवश्यकता है। പ്രൈസ് ലോർഡ്, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരണമെന്നുള്ള പാട്ട് മാത്രമല്ല, ആ അവസ്ഥയിലേക്ക് ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് മടങ്ങി വരാം. और आरंभ के समय पवित्र आत्मा उतरा, उसी समय मनुष्यों का बीच में बेदारी कैसा हुई, इसी हाल में वापस आने के लिए हम जागते हुए प्रार्थना करते रहे। കാരണം ആമേൻ മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാതെ ഭയപ്പെട്ടിരുന്ന ജനം ഇപ്പോൾ മോശയെ കണ്ടിട്ട് ഭയപ്പെടുക. ये मूसा को क्या हाल हो गया, हमारा चराने वाला चरवाहे थे, आज क्या हो गया। ये आश्चर्य होकर देखा हुआ व्यक्ति मूसा को 40 दिन के बाद मूसा ने आया, उनका चेहरे देखते हुए अचंभा के साथ खड़ा है। ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഈ മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലുള്ള മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് ആവശ്യമാണ്. आज के दिनों में मूसा का जिंदगी में क्या भेद फेर फर्क पड़ा है, ऐसा ही हमारा जीवन में भी होना आवश्यकता है। സ്വർഗീയ അഗ്നി നമ്മുടെ മേലെ ഇറങ്ങി വരുമ്പോൾ, ആ സ്വർഗീയ അഗ്നിയിൽ നമ്മൾ നിറയുമ്പോൾ ജനം നമ്മെ കണ്ട് ഭയപ്പെടും. स्वर्गीय आग हमारे में उतरता है, हमारे में आते हैं, हमारे में जो ज्योति होता है, लोग ये देखते हुए आश्चर्य अचंभा की बात के लिए उन्होंने आगे आते हैं। അവർക്ക് വേണ്ടി വേറെ ദൈവത്തെ ഉണ്ടാക്കി ആരാധിച്ചു കൊണ്ടിരുന്ന ജനമാണ് ഇപ്പൊ മോശയെ കണ്ട് ഭയന്നത്. उनको चलाने वाले एक अगुआ के उन्होंने चुन ली, लेकिन आज मूसा के चेहरे देखते, महिमा देखते हुए लोग आश्चर्य होकर खड़ा है। ഇവിടെ ഞാനൊരു സത്യം കൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഈ മോശ ആമേൻ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നത് പോലെ അല്ല എന്ന് കണ്ടപ്പോൾ एक बात भी मैं आपका सामने खोल रखा है, पहले मूसा को देखा ऐसा नहीं है, अभी देखते हुए मूसा, അത് കണ്ട് ജനം മോശയെ ഭയപ്പെട്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുക. वो देखते हुए लोग मूसा को देखते हुए अद्भुत आश्चर्य के लिए उन्होंने मन लगा है। അപ്പൊ ഇന്നലെ വരെ വിഗ്രഹങ്ങളെ ആരാധിച്ചവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മുടെ മുഖം പ്രശോഭിക്കണം. कल तक मूर्ति पूजक, पूजा करने वाले, उनका मनभावनी क्या था, हमको देखते हुए वो लोग मन भराकर यीशु को अपनाने के लिए हम उसको रास्ता खोलना हमारा काम है। മോശ ദൈവസന്നിധിയിൽ ഇരുന്ന് ആ തേജസ് പ്രാപിച്ചപ്പോൾ ഇതാ വിഗ്രഹത്തെ ആരാധിച്ചവർ പറയുക, ഇല്ല മോശേ, ഇതാണ് ദൈവം, നീ ദൈവത്തിന്റെ അടുക്കൽ തന്നെ ആയിരുന്നു. उन्होंने ऐसी बात है, मूसा को पकड़े देखा हुआ लोग अभी देखते हैं, अभी मूसा को कहता है, हे मूसा, तूने हमारा अगुवे होकर हमारे लिए वो चराए। എന്നിട്ട് അവർ പറയുന്ന ഒരു വാക്കെന്തെന്നറിയാമോ? അല്ലയോ മോശയെ, നിന്റെ മുഖം ഇത്രയും പ്രശോഭിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം എത്രയും തേജോമയനായ ദൈവമാണ്. लोग यही बात करते हैं, ये मूसा, तेरे चेहरा इतना ज्योति होता है, महिमा पाते हैं,
ऐसा हो तो हमारा स्वर्गीय ईश्वर की तेज और महिमा इतना अद्भुत बड़ा है। അതുകൊണ്ട് ഇന്നു മുതൽ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുക, ഇനി ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്, നീ സംസാരിച്ചാ മതി. आज एक निर्णय लेता है, यही बात, यहोवा हमारे और वादराप नहीं करना, तूने हमारा साथ बातचीत करे। കാരണം ആ ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ ഭസ്മമായി പോകും. അതുകൊണ്ട് നീ ദൈവത്തിന് കേട്ട് ഞങ്ങളോട് അറിയിച്ചാൽ മാത്രം മതി. इतनी महिमा पाया हुआ यहोवा ने हमारे और बातचीत करेगा तो हम सत्यानाश हो जाएगा, मर जाएगा, तू ही हमारा साथ बात करे। അവരുടെ മാനസാന്തരവും അവരുടെ ആമേൻ മാറ്റവും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. मनोबंधुराहट है, उनका जीवन में बदलाहट रूपांतर हो गया, हम थोड़ा कल्पना करने का है ये। അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളുള്ള നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ആമേൻ മോശയെ പോലെ തന്നെ ആയി തീരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ऐसा होवे तो आजकल दिनों में हमारा वो प्रार्थना मूसा की न्याय परमेश्वर के हाथ में हम समर्पण कर दिया दे। മോശ ദൈവസന്നിധിയിൽ ഇരുന്നത് അല്ലെങ്കിൽ ആ ഉപവാസ പ്രാർത്ഥന നടത്തിയത് അവന്റെ വീട്ടുകാര്യത്തിനോ അവന്റെ ചില ആവശ്യങ്ങൾ നേടിയെടുക്കുവാനല്ലായിരുന്നു. मूसा ने 40 दिन पहाड़ पर चढ़ गया, जो बात अपना खानदानों की उन्नति के लिए है नहीं है। മോശ ദൈവസന്നിധിയിൽ ഇരുന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയ അരുളപ്പാടുകൾ, അവർക്ക് വേണ്ടിയ നിയമങ്ങൾ ദൈവത്തിൽ നിന്ന് മേടിക്കാനാണ്. और मूसा ने पहाड़ पर गया अपना खानदानों की सुख लाभ के लिए नहीं, यहोवा से अनंग महिमा प्राप्त अपना लोगों को चलाने के लिए, हुकूमत करने के अनुमति के लिए गया था। അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിച്ച് ആമേ ജനത്തിന് പകർന്നു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ऐसा होवे तो मसीह के लिए हम कुछ किया करे, महिमा पाने के लिए तैयारी के साथ रहे, हम मसीह में से कुछ प्राप्त करे, ये वचन हमारा आशीर्वाद के कारण बने। അപ്പൊ ഇനി ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. आज सुबह ही वक्त हमारा आंख बंद करे, थोड़ा सा हम प्रार्थना करें। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. हे स्वर्गीय परम पिता, सुंदर भोर की समय के लिए धन्यवाद। हमारा मन भावनी मन परमेश्वर की ओर लगे रहते हैं। ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. दिए हुए अनुग्रह प्रदान के लिए धन्यवाद। ഇന്ന് പകൽക്കാല വചനം ശ്രവിച്ച എല്ലാവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. वचन सुने हुए सारे सबों को तेरे हाथों में समर्पण कर देता है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവ സന്നിധിയിൽ നിന്നും യെരൂശലേമിൽ നിന്നും ആ വിട്ടുപോയ ആമേൻ വ്യക്തികളെ പോലെയല്ല, ദൈവസന്നിധിയിൽ ആരാധിച്ചു മുന്നേറുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. यरूशलेम होकर गए हुए शिष्यों की नहीं, मसीह के सामने बैठकर प्रभु से वरदान मांगने वाले की न्यायी हम बनने के लिए हमको मसीह के हाथों में समर्पण कर देता है। ഇന്ന് പകൽക്കാലം ഈ വചനപ്രകാരം എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. आज सुबह ही वक्त ये वचन के आधार पर सिर झुके हुए सबों को आशीष करके प्रार्थना करते हैं। ആമേൻ. ദൈവത്തെ ഒന്ന് പ്രാപിച്ച് ജനത്തിന് പകർന്നു കൊടുക്കുവാനുള്ള ആത്മശക്തിയും കൃപയും ആമേൻ ആ അഭിഷേകമാറാകണം. मसीह में से प्राप्त कर अपने लोगों को बांटने के लिए, देने के लिए तेरी अभिषेक हमारे ऊपर उंडलने दे। ഇത്രത്തോളം ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. इतना तक बढ़ा और बल दिया, इसलिए धन्यवाद। ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. सेवकाई के लिए बल दिया, इसलिए धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह की अधिकार से आमीन। ആമേൻ.